അസ്സലാമലൈക്കും ബാപ്പു. വാലൈക്കും മുസ്സലാം. മജീദ് അങ്ങോട്ട് കേറി ഇരിക്കേ. ഇതെന്താടാ വന്നേ? ഒരാഴ്ചയായി ബാപ്പുവാ. കേറി ഇരിക്കേ. അന്നെ കാണാൻ ഞാൻ കൊറേ ദിവസമായി ഞാൻ നടക്കുന്നു. എന്താ വീട്ടിലെ പാടൊക്കെ? വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖാണ്. സുഖാണല്ലേ? പിന്നെ അല്ല, നിങ്ങളെ പെങ്ങളെ മോളെ കാര്യം എന്തായി? പെങ്ങളെ മോളെ കാര്യം ശരിയായിക്കണം. കല്യാണം അടുത്ത് ഉച്ചും ചെയ്തിരിക്കുന്നു. ഓർക്കാണെങ്കിൽ ആൺകുട്ടിയോടും ഇല്ല, മാപ്പിളാണ് മരിച്ചും ചെയ്തു. പിന്നെ ഞങ്ങൾ അമ്മമാരെന്താ നോക്കേണ്ടത്? അങ്ങടായിട്ടൊക്കെ ഞങ്ങളെ ഉള്ളൂ. അപ്പൊ സ്വർണം വേണം, ജ്വല്ലറി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതാണ്. അതും പോരാഞ്ഞിട്ട് കല്യാണം അടുത്ത് വരില്ലേ, ആകെ 2-3 ദിവസമുള്ളൂ. പിന്നെ അവർക്ക് ഫാൻസി സാധനങ്ങള്, ചെരുപ്പ് എല്ലാം മേടിക്കണ്ടേ? കയ്യിലാണ് പൈസ ഇല്ല. അതൊക്കെ ശരിയാവും ബാപ്പു. എന്നോട് ഒരു കാര്യം പറയാണ്ട്, ഇന്ന് പുറത്തേക്ക് വന്ന മജീദ്, എന്ത്? എനിക്ക് ഇതൊരു ഉപകാരം ചെയ്യടാ. ഞാൻ എന്നെ ബുദ്ധിമുട്ടിച്ചാന്ന് ഒരിക്കലും എന്നെ വിചാരിക്കരുത്. കുറച്ച് പൈസ ആയിട്ട് ഇത് കടം തരും. പെങ്ങളെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എനിക്കണ്ട് തിരിച്ചു തരാം. ബാപ്പുവാ, അന്ന് നാട്ടിൽ ഞാൻ തേരാപ്പാര നടക്കുമ്പോ, ജോലിയും കൂലില്ലാതെ നടക്കുമ്പോ ഗൾഫിൽ പോകാൻ പൈസ ഒന്ന് സഹായിച്ച നിങ്ങളാണ്. നിങ്ങളെ ഞാൻ മറക്കു ബാപ്പുവോ? എത്ര പൈസ കണ്ടിച്ച് ഞാൻ തരണ്ട്. എനിക്കത് കേട്ടാ മതി. എന്തായാലും ഈ കല്യാണത്തിന് വരണം. എന്തായാലും സജീവായിട്ട് അവിടെ ഉണ്ടാവും. ഞാൻ എനിക്ക് വൈകുന്നേരം വിളിക്കാം. ഓക്കെ. ഞാൻ അങ്ങാടി പോയരാട്ടാ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ബാപ്പു എന്താ ഈ വൈക്ക്? ഞാൻ വന്നത് പെങ്ങളെ മോളെ കല്യാണം പറയാൻ വേണ്ടി വന്നാണ്. അപ്പൊ നിങ്ങളെല്ലാരും കല്യാണത്തിന് നേരത്തിനാണ് എത്തുക, കുടുംബത്തോടെ. ബാപ്പു കല്യാണത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫാൻസി സാധനം കൂടി മേടിക്കണം. നമ്മളെ തെയ്യാല ഹൈലൈറ്റ് പോയാൽ മതി. അവിടെ കല്യാണത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്കൊരു കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ വില കുറച്ചും കൂടെ കിട്ടും. തെയ്യാല അതിലിട്ട് പോയോക്കട്ടെ. ഞാനും വേണ്ട അങ്ങാടിക്കാണ്. എന്നാ പോരെ. അസ്സലാമലൈക്കും. ഞാനിപ്പോ കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്. അപ്പൊ തെയ്യാല അയലത്തിൽ പോയാലേ വീട്ടുകളെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാന്ന് എന്റെ കൂട്ടുകാരും എന്റെ കുടുംബക്കാരും പറഞ്ഞു. അവരൊക്കെ ഇവിടെ ഇടക്കിടക്ക് വന്ന് വാങ്ങി പോകലുണ്ട്. അപ്പൊ ഫാൻസി, കൊട, ചെരുപ്പ് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കല്യാണ പരിപാടി ഉണ്ട്. അപ്പൊ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പൊ നിങ്ങൾ വില കുറച്ച് തരുമോ? കല്യാണ പരിപാടിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഞാൻ തരുന്നുണ്ട്. അതിലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എല്ലാ സാധനങ്ങളും വേണം. നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. എന്നാ ശരി. പാക്ക് ചെയ്തില്ലേ? ബില്ലൊക്കെ അവിടെ കൊടുത്തിട്ടോ. എന്നാ ശരി.